നമ്മൾ പോർഷൻസ് കവർ ചെയ്തതിന് ഫോം ഹാൻഡിലിംഗ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സെഷൻ ആൻഡ് കുക്കിയാണ്. അതിൽ കുക്കി ആദ്യം പഠിക്കുക. ഈ ക്ലാസ്സിൽ കുക്കി, അതിനുശേഷം സെഷൻ പഠിക്കുക. കുക്കി ഈസിയാണ്. കുക്കി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അതിന് നോട്ടായി ഇവിടെ കൊടുക്കുന്നത്. കുക്കീസ് ബ്രൗസർ കുക്കീസ് എന്നതിന് പറയും. ആർ സം സ്മോൾ പീസ് ഓഫ് ഡാറ്റ വിച്ച് ദ വെബ് സെർവർ സെൻഡ്സ് ടു ദ വെബ് ബ്രൗസർ ടു സ്റ്റോർ. അതായത് സെർവറിൽ നിന്നൊരു പേജ് ആക്സസ് ചെയ്യുമ്പം സെർവർ ആക്ച്വലി നമ്മൾ വിസിബിളായിട്ട് കാണുന്ന ഡാറ്റ അത് HTML ആയിട്ട് PHP എക്സിക്യൂട്ട് ചെയ്യുന്നത് സെർവറിലാണ്. PHP സെർവറിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ HTML ആയിട്ടുള്ള ഔട്ട്പുട്ട് ബ്രൗസറിലേക്ക് കൊടുത്തുവിടും. അങ്ങനെ HTML ആയിട്ടുള്ള ഔട്ട്പുട്ട് ബ്രൗസറിലേക്ക് കൊടുത്തുവിടുമ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു വേറെ സ്മോൾ ഫയൽസും കൂടെ കൊടുത്തുവിടും. സ്മോൾ പീസസ് ഓഫ് ഡാറ്റ കൊടുത്തുവിടും. ആ സ്മോൾ പീസസ് ഓഫ് ഡാറ്റയ്ക്ക് പറയുന്ന പേരാണ് കുക്കി എന്ന് പറയുന്നത്. അത് സ്റ്റോർ ചെയ്യുന്നത് ബ്രൗസറിലാണ്. ബ്രൗസറിൽ സ്റ്റോർ ചെയ്യുന്നത് ഇപ്പം ഇതിലാണെങ്കിൽ ഫയർഫോക്സിലാണെങ്കിൽ പ്രിഫറൻസിൽ പോയാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിക്കകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. ഇത് ഓരോ സൈറ്റിൽ നിന്ന് വന്ന കുക്കി നമ്മുടെ ബ്രൗസറിൽ സ്റ്റോർ ചെയ്തേക്കുന്ന കുക്കിയാണ് ഇവിടെ കാണുന്നത്. അങ്ങനത്തെ കുക്കീസ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിനിവിടെ ഓപ്ഷൻ ഉണ്ട്. മാനേജ് ഡാറ്റ എടുത്താൽ വന്നേക്കുന്ന കുക്കിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ web.whatsapp.com എന്ന് പറയുന്ന സൈറ്റ് ഞാൻ ആക്സസ് ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂർ മുമ്പ് അതൊരു കുക്കി ഈ ബ്രൗസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ mail.google.com 14 കുക്കീസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ കുക്കിയിലും ഓരോ കീയും ഒരു വാല്യൂ ആയിരിക്കുള്ളൂ. ആ കുക്കിക്ക് ഒരു പേര് കാണും, അതിന് അസോസിയേറ്റഡ് ആയിട്ടൊരു വാല്യൂ കാണും. ഫോർ എക്സാമ്പിൾ യൂസർ നെയിം എന്നായിരിക്കും വേണം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ പ്രിഫറൻസ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓരോ പേജൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് വരും. ആ അഡ്വർടൈസ്മെൻറ്റ് വരുന്നത് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഡാറ്റേനെ ബേസ് ചെയ്തായിരിക്കും സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തെപ്പറ്റി സെർച്ച് ചെയ്യുകയാണെങ്കിൽ, ഒരു സൈറ്റിൽ കയറി സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ സൈറ്റ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആ സൈറ്റ് നമ്മുടെ ബ്രൗസറിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കും. അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കുക്കിയിലാണ്. അപ്പോൾ നമ്മൾ ഇതേ സെയിം ബ്രൗസറിൽ നിന്ന് ആ സെർവർ വീണ്ടും ആക്സസ് ചെയ്താൽ സെർവറിന് അറിയാൻ പറ്റും, ഓക്കെ ഇയാൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെയാണ് താല്പര്യമുള്ളത്. അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ സൈഡിൽ കാണിക്കാൻ പറ്റും. അപ്പം ഇപ്പം യൂട്യൂബിലൊക്കെ ആണെങ്കിൽ നമുക്ക് കയറുമ്പോൾ കാണാം, യൂട്യൂബിൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റ് നമ്മുടെ ഒരു സെർച്ചിൻ്റെ പാറ്റേൺ അനുസരിച്ചായിരിക്കും. നമ്മൾ നേരത്തെ തൊട്ട് ഇപ്പം ഞാൻ യൂട്യൂബ് എടുത്തിട്ട് സെർച്ച് ചെയ്താൽ വരുന്നതാണ്. ഞാൻ പണ്ട് തൊട്ട് സെർച്ച് ചെയ്തതിന് ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അതൊക്കെ ഈ കുക്കി ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ കുക്കിയിൽ അതായത് അതായത് കുക്കി പെർ സെർവർ പെർ ബ്രൗസറാണ് ഓരോ ബ്രൗസർ. ഞാൻ ഇവിടുന്ന് ഈ ഫയർഫോക്സിൽ നിന്ന് ഫേസ്ബുക്ക് എടുത്താൽ ഇതിൽ എൻ്റെ ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുക്കി ഫേസ്ബുക്ക് അയച്ചിട്ട് ഈ ബ്രൗസറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അത് ഈ ബ്രൗസറിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കുക്കീസ് ഓർ ബ്രൗസർ കുക്കീസ് ആർ സ്മോൾ പീസസ് ഓഫ് ഡാറ്റ വിച്ച് ദ വെബ് സെർവർ സെൻഡ്സ് ടു ദ വെബ് ബ്രൗസർ ടു സ്റ്റോർ. വെബ് ബ്രൗസറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തുവിടും. അപ്പം ഞാൻ വേറെ ഒരു ബ്രൗസറിൽ പോയിരുന്നിട്ട് വേറെ ഫേസ്ബുക്ക് ആക്സസ് ചെയ്യുമ്പോൾ അതിലേക്കും ആ ബ്രൗസറിലേക്കും കൊടുത്തുവിടും. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് സെർച്ച് ചെയ്യുന്ന, അല്ല ഇവിടുന്ന് എന്തൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓരോ വെബ്സൈറ്റും ഇവിടെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഓരോ വെബ്സൈറ്റും കുക്കീസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ വെബ് സെർവർ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ ആ വെബ് സെർവർ ഈ ബ്രൗസറിലേക്ക് കൊടുത്തു വിട്ടേക്കുന്ന കുക്കിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ studio.youtube.com അങ്ങനത്തെ പല സൈറ്റുകൾ ആക്സസ് ചെയ്തപ്പം അവർ അയച്ചേക്കുന്ന കുക്കിയാണ്. അപ്പോൾ ഇതിങ്ങനെ ബ്രൗസറിൽ സ്റ്റോർ ചെയ്യും. അതാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. when the same server is again accessed from the same browser. ആ ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ web.whatsapp.com ആണ്. web.whatsapp.com ഞാൻ വീണ്ടും ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഈ 2 കുക്കി ഉണ്ടല്ലോ, ഈ 2 കുക്കിയും കൂടെ ആ സെർവറിലേക്ക്, അതായത് ഞാൻ ഇവിടെ web.whatsapp.com എന്നുള്ളത് എടുക്കുമ്പോഴത്തേക്കും ആ റിക്വസ്റ്റ് ഞാൻ ഇവിടെ ബ്രൗസറിൽ ഹിറ്റ് ചെയ്യുമ്പം തന്നെ ഈ 2 കുക്കിയും കൂടെ അതിൻ്റെ കൂടെ അങ്ങോട്ട് സെൻഡ് ആവും. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും പ്രിഫറൻസ് ആയിരിക്കും അതിനകത്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി ആയിരിക്കും, അല്ല നമ്മുടെ യൂസർ നെയിം ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ആ യൂസർ നെയിം അവിടെ കിട്ടുന്നത് ഈ വെബ് സെർവർ കിട്ടുന്നതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തരാൻ പറ്റും.
അപ്പോൾ ഇത് സെയിം ബ്രൗസർ. ദ ബ്രൗസർ വിൽ ഇൻക്ലൂഡ് ദീസ് പീസസ് ഓഫ് ഡാറ്റ. അതായത് ഇവിടുന്ന് HTTP റിക്വസ്റ്റ് അങ്ങോട്ട് പോകുമ്പോൾ, HTTP റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ അതിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ HTTP റിക്വസ്റ്റ് ആണ് അങ്ങോട്ട് പോകുന്നത്. ആ HTTP റിക്വസ്റ്റ് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഈ പറഞ്ഞ കാര്യം കൂടെ അതിൻ്റെ കൂടെ സെൻഡ് ആവും. അപ്പോൾ സെർവറിന് മനസ്സിലാവും, ഓക്കെ ഇയാൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങളാണ്. അപ്പോൾ സെർവറിന് എന്തൊക്കെയാണോ നമ്മളെ പറ്റി മനസ്സിലാക്കേണ്ടത് അതൊക്കെ ആയിരിക്കും കുക്കിയിൽ സ്റ്റോർ ചെയ്യുന്നത്. പീസസ് ഓഫ് ഡാറ്റ. ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ് ആസ് കീ വാല്യൂ പെയർസ്. കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് PHP കോഡാണ് ഉപയോഗിക്കുന്നത്. സെറ്റ് കുക്കി എന്ന് പറയുന്ന PHP ഫംഗ്ഷനാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ബിഫോർ ദ HTML ടാഗാണ് കേട്ടോ. ബിഫോർ ദ HTML ടാഗ്. HTML ടാഗുകൾക്കെല്ലാം മുമ്പ് ഫസ്റ്റ് തന്നെ വരുന്നത്, അതായത് കുക്കി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ HTML സ്റ്റേറ്റ്മെൻറ്റ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് സെറ്റ് കുക്കി എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കണം. അതാണ് നമ്മൾ ഇവിടെ പോകുമ്പോൾ ഇതൊരു സെറ്റ് കുക്കി എന്നുള്ള ഫംഗ്ഷനാണ്. ഇവിടെയാണ് ഡോക്യുമെൻറ്റ് ടൈപ്പ് HTML എന്നൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ സെറ്റ് കുക്കി എന്നുള്ള ഫംഗ്ഷൻ ഇടും. ഇതിങ്ങനെ എടുത്തേക്കുന്നുണ്ട്. ബിഫോർ ദ HTML ടാഗിന് മുമ്പ് സെറ്റ് ചെയ്യണം. അപ്പോൾ ബിഫോർ ദ HTML ടാഗ്. അപ്പോൾ സെറ്റ് കുക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് സെറ്റ് കുക്കി എന്നാണ് PHPയിലുള്ള ഫംഗ്ഷൻ്റെ പേര്. അതായത് ഒരു കുക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുക്കി സെറ്റ് ചെയ്യുന്ന ആരാണ്? കുക്കി സെറ്റ് ചെയ്യുന്ന സെർവറാണ്. എവിടെയാണ് സെറ്റ് ചെയ്യുന്നത്? ബ്രൗസറിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്രൗസറിൽ നിന്ന് ഒരു സെർവർ ആക്സസ് ചെയ്താൽ ഫസ്റ്റ് തവണ ആക്സസ് ചെയ്യുമ്പോൾ തന്നെ അവനൊരു കുക്കി അങ്ങോട്ട് കൊടുത്തുവിടും. ആ കുക്കി ബ്രൗസറിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ അങ്ങനെ ബ്രൗസറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സെർവർ യൂസ് ചെയ്യുന്ന കോഡാണ് സെറ്റ് കുക്കി എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതൊരു കീ വാല്യൂ പെയർ ആയിരിക്കും. അപ്പോൾ കീ, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ, ഈ രണ്ട് കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. ഇതിനകത്ത് പിന്നെയും വാല്യൂസ് വരുന്നുണ്ട്. എക്സ്പയറി, അതായത് എത്ര ടൈം കഴിയുമ്പോൾ ഈ കുക്കി എക്സ്പയർ ആവണം. പാത്ത്, ഏത് പാത്തിൽ നിന്നാണ് ഇത് ആക്സസ് ചെയ്യാൻ പറ്റേണ്ടത്, അതായത് സെർവറിൻ്റെ ഏതൊക്കെ ലൊക്കേഷനാണ്. ഡൊമെയിൻ, ഏത് ഡൊമെയിനിൽ വർക്ക് ചെയ്യണം. സെക്യൂർ ആണോ എന്നുള്ളത്, അതായത് എന്താ പറയുക, ട്രൂ ഓർ ഫോൾസ് വാല്യൂ. വെദർ ടു ട്രാൻസ്ഫർ HTTPS ആണെങ്കിൽ മാത്രം കുക്കി ട്രാൻസ്ഫർ ചെയ്താൽ മതിയോ, HTTP ഒള്ളി, അതായത് HTTP ട്രൂ ഓർ ഫോൾസ്, കുക്കി ആക്സസിബിൾ ഒള്ളി ഓവർ HTTP ടു പ്രിവെൻറ്റ് അറ്റാക്സ്. അതായത് HTTP മാത്രം, HTTP ഒള്ളി ഇതെന്ന് പറയുന്നത് ട്രൂ എന്ന് കൊടുത്താൽ HTTP, ഇവിടെ നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് HTTP ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അത് സെൻഡ് ചെയ്യുള്ളൂ. അതുപോലെ സെക്യൂർ എന്ന് പറഞ്ഞാൽ HTTPS ആണെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ആണ്, അത് ട്രൂ കൊടുത്താൽ HTTPS ആണെങ്കിൽ സെൻഡ് ചെയ്യുള്ളൂ. അതുപോലെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഏത് ഡൊമെയിനിൽ അത് വർക്ക് ചെയ്യണം, ഡൊമെയിൻ എന്തെന്നില്ല, ഏത് സെർവറാണെന്നുള്ളത്, ആ സെർവറിൽ ഏത് പാത്താണെന്നുള്ളത്. ഇനിയിപ്പം facebook.com/home എന്ന് പറയുന്നതിലായിരിക്കും, അല്ല /my account എന്ന് പറയുന്നതായിരിക്കും, അതായിരിക്കും പാത്തായിട്ട് കൊടുക്കുന്നത്. ഡൊമെയിൻ സ്പെസിഫൈസ് ദ സെർവർ ആൻഡ് പാത്ത് സ്പെസിഫൈസ് ദ path of the file inside the server. എക്സ്പയറി എന്ന് പറയുന്നത് ഇത് എപ്പം എക്സ്പയർ ആണെന്നുള്ളത്. ഇത് സെക്കൻഡ്സിലാണ് വാല്യൂ കൊടുക്കുന്നത്. അതായത് കറണ്ട് ടൈം എന്ന് പറയുന്നത് ഇതുണ്ട്. ഈ ടൈം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ആക്സസ് ചെയ്യാം. ഇത് പ്ലസ് എത്ര സെക്കൻഡ് കൊടുക്കണം, എത്ര സെക്കൻഡ് ഇത് വാലിഡ് ആയിട്ടിരിക്കണം എന്നുള്ളതാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കോഡിൽ പോയി കഴിഞ്ഞാൽ, അപ്പോൾ ഫസ്റ്റ് തന്നെ PHP കോഡ് സെറ്റ് കുക്കി എന്ന് പറയുന്ന ഫംഗ്ഷനാണ് വിളിക്കുന്നത്. സെറ്റ് കുക്കിയിൽ ഞാൻ നെയിം ആയിട്ട് കൊടുത്തേക്കുന്ന യൂസർ എന്ന് പറയുന്ന പേരാണ് കൊടുത്തേക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, ജോൺ ഡോ എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് രണ്ട് വാല്യൂ, നെയിം, കുക്കിയുടെ പേര്, കുക്കിയുടെ വാല്യൂ. ഇനി എക്സ്പയർ ചെയ്യേണ്ട ടൈമാണ് അടുത്ത ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം പ്രത്യേകം എഴുതി വയ്ക്കണം. ഇതിനകത്ത് നെയിം ഈസ് ദ ഓൺലി മാൻഡേറ്ററി ആട്രിബ്യൂട്ട്. നെയിം മാത്രം, അതായത് സെറ്റ് കുക്കി എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം വെച്ചിട്ട് മാത്രം നമുക്ക് വിളിക്കാം. അപ്പോൾ വാല്യൂ എംപ്റ്റി ആയിട്ട് കിടക്കും. ബാക്കിയെല്ലാം ഈ സാധനങ്ങളെല്ലാം ഓപ്ഷണൽ പാരാമീറ്റേഴ്സാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. പക്ഷേ നെയിം മാൻഡേറ്ററി പാരാമീറ്ററാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പം വാല്യൂ കൊടുത്തിട്ടുണ്ട്. വാല്യൂ കഴിഞ്ഞ് അടുത്ത പാരാമീറ്റർ എക്സ്പയറി ആണ് കൊടുക്കുന്നത്. എക്സ്പയറി എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത് PHPയിലുള്ള ഒരു ഫംഗ്ഷനാണ്. കറണ്ട് ആയിട്ടുള്ള ടൈം സെക്കൻഡ്സിൽ കിട്ടും. അത് +60 × 60 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ടൈം +60 സെക്കൻഡ്സിലാണ് ഈ വാല്യൂ കൊടുക്കുന്നത്. 60 സെക്കൻഡ്സ് × 60 എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ വാലിഡ് ആയിരിക്കും. 60 × 60 എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സ്, 60 × 6 3600 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറുള്ള ടൈമാണ്. ഒരു മണിക്കൂർ നേരത്തേക്ക് ഇത് വാലിഡ് ആയിരിക്കണം. ഒരു മണിക്കൂർ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി സാധാരണ 30 ദിവസമൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം വാലിഡിറ്റി വേണമെങ്കിൽ 24 മണിക്കൂർ ഉള്ളതുകൊണ്ട് ×24 ചെയ്യണം. പിന്നെ 30 ദിവസത്തേക്ക് വേണമെങ്കിൽ ×30 ചെയ്യണം. അപ്പോൾ 30 ദിവസത്തേക്കായി. പിന്നെ ഒരു വർഷത്തേക്ക് വേണമെങ്കിൽ ×365 ചെയ്യണം.
അപ്പോൾ അങ്ങനെ 365 വാല്യൂ ആയിരിക്കും. ഇനി അടുത്തത് കൊടുക്കേണ്ടത് ഏതാണ്? പാത്താണ് കൊടുക്കേണ്ടത്. സ്ലാഷ് എന്ന് കൊടുത്താൽ അത് ആ സെർവറിലുള്ള ഏത് പാത്തിനും, അതായത് നിങ്ങൾ facebook.com/home ആക്സസ് ചെയ്താലും /my account ആക്സസ് ചെയ്താലും ഏത് ആക്സസ് ചെയ്താലും ഈ കുക്കി അതിനകത്ത് എനേബിൾഡ് ആയിരിക്കും. അപ്പോൾ അതായത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ വെബ് സെർവറിൽ നിന്ന് facebook.com/home എന്ന് ടൈപ്പ് ചെയ്താലും ഈ കുക്കി സെൻഡ് ചെയ്യും. facebook.com/my account എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാലും ഈ കുക്കി സെൻഡ് ആവും. അങ്ങനെ എല്ലാ കേസിലും സെൻഡ് ആവും. അപ്പോൾ അതാണ് സെറ്റ് കുക്കി എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി ഇങ്ങനെ കുക്കി സെറ്റ് വെച്ചേക്കുന്ന വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ സെറ്റ് കുക്കി എന്നുള്ള ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഗെറ്റും പോസ്റ്റും എന്ന് പറയുന്ന ഗ്ലോബൽ വേരിയബിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗെറ്റും പോസ്റ്റും പോലെ ഗെറ്റും പോസ്റ്റും എന്ന് പറയുന്ന ഗ്ലോബൽ വേരിയബിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുക്കി എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ വേരിയബിൾ ഉണ്ട്. കുക്കി എന്ന് പറയുന്ന ഗ്ലോബൽ വേരിയബിളിലായിരിക്കും അത് സ്റ്റോർ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഇവിടെ കൊടുത്തേക്കുന്ന പേര് വെച്ചിട്ടായിരിക്കും ആക്സസ് ചെയ്തത്. കുക്കി എന്ന് പറയുന്ന ഗ്ലോബൽ വേരിയബിളാണ്, അതൊരു അറയാണ്. അറ ആയതുകൊണ്ട് അതിൻ്റെ ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കണം. അസോസിയേറ്റീവ് അറ ആയതുകൊണ്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത് സ്ട്രിങ് ആയിരിക്കും. അപ്പോൾ കുക്കി എന്ന് പറയുന്ന അറയിൽ യൂസർ എന്ന് പറയുന്ന സാധനം ആക്സസ് ചെയ്ത ജോൺ ഡോ എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഈ കേസിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ സെറ്റ് കുക്കി എന്നുള്ള ഭാഗത്ത് നമ്മൾ HTML കോഡ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ HTML കോഡ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കൊടുത്താലും ഈ കുക്കി എന്ന് പറയുന്ന വേരിയബിൾ സെറ്റ് ചെയ്യുന്നത് ഈ പേജ് ലോഡ് ചെയ്യുന്നതിന് മുമ്പേ ബ്രൗസർ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഫസ്റ്റ് ടൈം ആക്സസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് സെറ്റ് കുക്കി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ സെറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ വാല്യൂ സെറ്റാണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എസ് ഓർ നോ വാല്യൂ ആണ്. അപ്പോൾ ഈ കുക്കിയിൽ യൂസർ എന്ന് പറയുന്ന നെയിമിന് കറസ്പോണ്ടിങ് വാല്യൂ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വാല്യൂ ഈസ് എന്ന് പറഞ്ഞിട്ട് എന്താ ജോൺ ഡോ എന്ന് പ്രിൻറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഫസ്റ്റ് തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇതേ പ്രിൻറ്റ് ചെയ്യുള്ളൂ, വാല്യൂ സെറ്റ് അല്ലെന്ന് കാണിക്കും. കാരണം കുക്കി എന്ന് പറയുന്ന ഗ്ലോബൽ വേരിയബിൾ പേജ് ലോഡ് ചെയ്യുന്നതിന് മുമ്പ് സെറ്റാവും. ഈ സെറ്റ് കുക്കി എന്ന് പറയുന്നത് എപ്പോഴാണ്? സെറ്റ് കുക്കി എന്ന് പറയുന്നത് ചെയ്യുന്നത് പേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അടുത്ത തവണ തൊട്ട് പേജ് ആക്സസ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം പേജ് ലോഡ് ചെയ്യുമ്പം ഇതുണ്ടോ കുക്കി ഈസ് നോട്ട് സെറ്റ് വാല്യൂ ഈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതിങ്ങനെ കൊടുത്തേക്കുന്നതുകൊണ്ട് വാല്യൂ ഈസ് പ്രിൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ വാല്യൂ ഈസ് പ്രിൻറ്റ് ചെയ്യില്ല, ഇത് കമൻറ്റ് ചെയ്തിട്ടാൽ അത് പ്രിൻറ്റ് ചെയ്യില്ല. അപ്പോൾ കുക്കി ഈസ് നോട്ട് സെറ്റ് എന്ന് പ്രിൻറ്റ് ചെയ്തു. പക്ഷേ രണ്ടാമത് ഇപ്പം ഞാൻ ഫസ്റ്റ് തവണ പേജ് ലോഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി ഞാൻ രണ്ടാമത് ലോഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. വാല്യൂ ഈസ് ജോൺ ഡോ എന്ന് പറഞ്ഞു. വാല്യൂ ഈസ് ജോൺ ഡോ എന്ന് പറഞ്ഞു ഈ പറഞ്ഞേക്കുന്ന സാധനം വന്നു. വാല്യൂ ഈസ് ജോൺ ഡോ എന്ന് പറയുന്ന വാല്യൂ വന്നു. ഇനി ഞാൻ ചെയ്യുകയാണ്, എനിക്കിവിടെ തന്നെ വേറൊരു കുക്കി സെറ്റ് ചെയ്യാം. ഞാൻ സെറ്റ് കുക്കി എന്താ ഇപ്പോൾ എനിക്കിഷ്ടമുള്ള ഫ്ലവറിൻ്റെ പേര് ഞാൻ ഫ്ലവർ ജാസ്മിൻ സെർച്ച് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഫ്ലവർ ജാസ്മിൻ സെർവർ സെറ്റ് ചെയ്ത് വെക്കും. ജാസ്മിൻ സെറ്റ് ചെയ്തു. ടൈം ഇപ്പോൾ തൊട്ട് 365 ഒരു വർഷത്തേക്ക് വാലിഡാണ്. അൺലെസ് ബ്രൗസർ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം കേട്ടോ ബ്രൗസറിൽ നിന്ന്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് എക്കോ വാല്യൂ ഈസ് cookie.flower എന്നുള്ള വാല്യൂ റീഡ് ചെയ്യാൻ. പക്ഷേ ഇത് ഫസ്റ്റ് തവണ ലോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ empty ആയിട്ടേ കാണിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഈ സെറ്റ് കുക്കി ഞാൻ ഇനി പേജ് ലോഡ് ചെയ്യുമ്പോഴേ ആ സെറ്റ് കുക്കി ചെയ്തുള്ളൂ. അപ്പോൾ ബ്രൗസറിൽ പക്ഷേ ഓൾറെഡി കുക്കിയുടെ വാല്യൂ സെറ്റാണ് ഓൾറെഡി. അതായത് പേജ് ലോഡ് ചെയ്യുന്നതിന് മുമ്പ് കുക്കിയിൽ എന്തൊക്കെ വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടോ അത് മാത്രമേ പേജിൽ കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഈ പേജിലൂടെ സെറ്റ് ചെയ്യുന്നത് അടുത്ത തവണ ആക്സസ് ചെയ്യുന്നതിൻ്റെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഫ്ലവർ എന്ന് പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ടുണ്ട്. പേജ് ലോഡ് ചെയ്ത് നോക്കാം. ഈ ലോഡാകുന്നുള്ളൂ. എന്താ വാല്യൂ ഈസ് ജോൺ ഡോ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് യൂസറിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രിൻറ്റ് ചെയ്തേക്കുന്ന വാല്യൂ ഫ്ലവറിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്തിട്ടില്ല. വാല്യൂ ഈസ് മാത്രമേ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളൂ. അത് empty ആയിട്ടാണ് പ്രിൻറ്റ് ചെയ്തേക്കുന്നത്. കാരണം എന്താണ്, ഇത് ഫസ്റ്റ് ടൈമാണ് ലോഡ് ചെയ്യുന്നത്. അടുത്ത തവണ ഞാൻ വീണ്ടും ഒന്നും കൂടെ ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ വരും. ലോഡ് ചെയ്യുന്നേ ഉള്ളൂ, ഇത്തിരി സ്ലോ ആണ്. കണ്ടോ വാല്യൂ ഈസ് ജാസ്മിൻ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇവിടെ എഴുതിയിട്ടുണ്ട് യു മൈറ്റ് ഹാവ് ടു റീലോഡ് ദ പേജ് ടു സീ ദ വാല്യൂ ഓഫ് ദ കുക്കി. കുക്കി ക്യാൻ ഓൺലി ബി ആക്സസ്ഡ് ഓൺ സബ്സിക്വൻറ്റ് പേജ് ലോഡ് ബിക്കോസ് ദ കുക്കി ഗ്ലോബൽ ഈസ് പോപ്പുലേറ്റഡ് ബിഫോർ യു സെറ്റ് ദ കുക്കി. കുക്കി
കുക്കി എന്ന് പറയുന്ന ഗ്ലോബൽ വേരിയബിൾ നമ്മൾ കുക്കി സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലോഡ് ചെയ്യും. അതിന് അപ്പം നമ്മൾ പേജ് ലോഡ് ചെയ്യുമ്പോൾ കുക്കിയിൽ എന്തെങ്കിലും വാല്യൂ സെറ്റ് ചെയ്താൽ അത് അടുത്ത തവണ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ അതാണ് കുക്കി. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതുപോലെ എത്ര എണ്ണം വേണമെങ്കിലും സെറ്റ് കുക്കി എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇപ്പം ഞാൻ ലോക്കൽ ഹോസ്റ്റിലാണ് സെറ്റ് ചെയ്തത്. ഞാൻ ലോക്കൽ ഹോസ്റ്റ് എപ്പോഴും ഈ ബ്രൗസറിൽ നിന്ന് ആക്സസ് ചെയ്യും. അപ്പോൾ കുക്കി എന്ന് പറയുന്നത് ഓരോ ബ്രൗസറിനും ഓരോ സെർവറിനും സ്പെസിഫിക് ആണ്. ഒരു ബ്രൗസറിൽ നിന്ന് ഒരു സെർവർ ആക്സസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തവണ ആക്സസ് ചെയ്യുമ്പോൾ ഒരു കുക്കി ഇങ്ങോട്ട് സെൻഡ് ചെയ്യും. ആ സെൻഡ് ചെയ്യുന്ന കുക്കി രണ്ടാമത് ആക്സസ് ചെയ്യുമ്പോൾ തൊട്ട് അത് കാണാൻ പറ്റുള്ളൂ, അതിലുള്ള വാല്യൂസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത് ആക്സസ് ചെയ്യുമ്പോഴത്തേക്കും രണ്ടാമത് ആക്സസ് ചെയ്യുമ്പോൾ തൊട്ട് നമുക്ക് അതിൻ്റെ പേജസ് രണ്ടാമത് ഞാൻ ആക്സസ് ചെയ്യുമ്പോൾ ഈ HTTP റിക്വസ്റ്റ് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കുക്കിയും കൂടെ സെൻഡ് ആവും. കുക്കി സെൻഡ് ആകുമ്പോഴത്തേക്കും അതവിടെ കിട്ടും. അന്നേരം സെർവറിന് അതിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. സെറ്റ് കുക്കി എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് ആർഗ്യുമെൻറ്റ്സ് ഇത്രയുണ്ട്. ഫസ്റ്റ് മാത്രമേ ഉള്ളൂ മാൻഡേറ്ററി ആട്രിബ്യൂട്ട്സ്, ബാക്കിയെല്ലാം ഓപ്ഷണലാണ്. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പാത്ത് വരെയുള്ള വേരിയബിൾസേ കൊടുത്തിട്ടുള്ളൂ. പാത്ത് കഴിഞ്ഞുള്ള ഡൊമെയിനും സെക്യൂർ HTTP ഒന്നും ഞാൻ ഈ എക്സാമ്പിളിൽ കൊടുത്തിട്ടില്ല. പാത്ത് സ്ലാഷ് എന്ന് പറഞ്ഞാൽ എല്ലാ പേജിലും കിട്ടും, ഹോം പേജ് തൊട്ട് എല്ലാ പേജിലും കിട്ടണം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. സ്ലാഷ് ഹോം പേജ് എന്ന് കൊടുത്താൽ ഹോം പേജിൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ അപ്പോൾ അതാണ്. ഇനി നമുക്ക് ഇതിനെ വന്നേക്കുന്ന കുക്കിക്ക് ഇതുണ്ട്, എന്താ പറയുന്നത്, എക്സ്പയറി ഉണ്ട്. അത് ആ ടൈം കഴിയുമ്പോൾ എക്സ്പയർ ആവും. അതിന് മുമ്പ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ പ്രിഫറൻസിൽ പോയിട്ട് ഈ പറഞ്ഞ പോലെ ഡിലീറ്റ് കുക്കി എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ക്ലിയർ ഡാറ്റ കൊടുക്കാം. ഇനി മാനേജ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സൈറ്റ്, ആ സൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല, അത് നിങ്ങൾക്ക് അതിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ആ സൈറ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. www.google.com ടൈപ്പ് ചെയ്ത് കൊടുക്കാം. google.com ടൈപ്പ് ചെയ്തിട്ട് ബ്ലോക്ക് കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഗൂഗിൾ ഇങ്ങോട്ട് കുക്കി അയച്ചുകൊണ്ടിരിക്കും, പക്ഷേ അതൊന്നും നിങ്ങളുടെ ബ്രൗസറിൽ സ്റ്റോർ ആവില്ല. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് ടൈം ആക്സസ് ചെയ്യുന്ന പോലെ തന്നെ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടെ ഉള്ളത്, ഡിലീറ്റ് കുക്കി എന്ന് പറയുന്നത്, അതായത് കുക്കി ഡിലീറ്റ് ചെയ്ത് കളയാനും സെർവറിന് പറ്റുക. സെർവർ ഓൾറെഡി സ്റ്റോർ ചെയ്തേക്കുന്ന ഒരു സിറ്റി ഉണ്ട്, അത് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ സെറ്റ് കുക്കി ഫംഗ്ഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആകെ വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ ടൈം നെഗറ്റീവ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ കറണ്ട് ആയിട്ടുള്ള ടൈം മൈനസ് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കും. അതായത് കറണ്ട് ടൈമിൽ നിന്ന് പുറകോട്ടൊരു വാല്യൂ കൊടുക്കും എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി എക്സ്പയർ ആയെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയാണ് കുക്കി ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ടു ഡിലീറ്റ് എ കുക്കി വി യൂസ് സെറ്റ് കുക്കി ഫംഗ്ഷൻ വിത്ത് ദ എക്സ്പയറേഷൻ ഡേറ്റ് ആസ് പാസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ് കൊടുക്കും. ഇപ്പോൾ ഇതെന്താ, ഇത് കറണ്ട് ടൈമിൽ നിന്ന് 365 ദിവസം മൈനസ് ചെയ്തേക്കുവാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ ഡേറ്റ് ആണ്. അപ്പോൾ ഓൾറെഡി ഈ സെറ്റ് കുക്കി എക്സ്പയർ ആയി. അപ്പോൾ അതാണ് ഡിലീറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.